ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ മുഖമുദ്രയായി വയലൻസ് മാറുകയാണോ? എങ്കിൽ അതിലുമില്ലേ ഒരു രാഷ്ട്രീയം. എങ്ങനെയാണ് മലയാള സിനിമയുടെ രാഷ്ട്രീയം മലയാളിയുടെ രാഷ്ട്രീയ പരിണാമങ്ങളുടെ പ്രതിഫലനമായി മാറുന്നത്? നടിയും സാമൂഹ്യ പ്രവർത്തകയും WCC അംഗവുമായ ജോളി ചെറിയത്താണ് സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. സിനിമയ്ക്ക് രാഷ്ട്രീയം ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും. കാരണം രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് പോലും ഒരു രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെ അത് എനിക്ക് തോന്നുന്നു അത്രത്തോളം എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. അത് അങ്ങനെ ചോദിക്കുന്നത് സത്യത്തിൽ എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ആ കലാരൂപം എന്നുള്ള രീതിയിൽ അത് എന്ത് പറയാൻ ശ്രമിക്കുന്നു. ആഫ്റ്റർ ഓൾ സിനിമ എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ്. കാരണം അതിനെ കാണുന്നത് നമ്മൾ ഒരു സമൂഹത്തെ മാറ്റി തീർക്കാനുള്ള ഒരു ടൂളായിട്ടൊന്നും ഇന്ന് സിനിമയെ ആരും കാണുന്നില്ല. പക്ഷെ അതേസമയം സിനിമ തുടക്കകാലത്ത് രൂപപ്പെട്ട ഒരു കാലത്ത് അത് പറയാൻ ശ്രമിച്ചിരുന്ന ഒരുപാട് തീമുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് നമ്മൾ സിനിമ അത് കമേഴ്ഷ്യലായിക്കോട്ടെ അത് പറയാൻ ഉദ്ദേശിച്ചിരുന്ന രാഷ്ട്രീയം ഒരു പാർശ്വവൽകൃതരായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒരു ഇൻക്ലൂസീവായിട്ടുള്ള കഥ പറച്ചിലിൻ്റെ കാര്യങ്ങൾ അന്ന് കാലത്ത് സിനിമയിൽ ഉണ്ടായിരുന്നു. അതേസമയം ഇന്ന് അത് വരുമ്പോഴേക്കും അത്തരം ജീവിതങ്ങളെ ഒന്നും പ്രതിനിധാനം ചെയ്യാത്ത ഒരു പരുവത്തിലേക്ക് സിനിമ മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും കുറച്ച് ഗൗരവപൂർവ്വം ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ സിനിമയെ സമീപിച്ചവർക്ക് തോന്നും ഇന്ന് സിനിമ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം മറന്നുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു വാസ്തവമുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയം ഇന്ന് അത് ഉന്നയിക്കാനുള്ള ശ്രമം മലയാള സിനിമയിലെങ്കിലും അങ്ങനെ കാണുന്നില്ല എന്ന് തന്നെ പറയണം. മറിച്ച് നമ്മളെ കണ്ടംപററി ട്രെൻഡ്സ് എന്താണോ അതിനെ പ്ലീസ് ചെയ്യാവുന്ന കണ്ടൻറ്റുകളെ കണ്ടെത്തുക, അത് പൊലിപ്പിക്കുക. അതിപ്പോൾ അത് എത്രമാത്രം ഹാനികരമാണ് സൊസൈറ്റിക്ക്, അത് എന്ത് തരം ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഇൻപുട്ടാണ് അത് പുറത്തു വിടുക എന്നുള്ള കൺസേൺ ഇല്ലായ്മയൊക്കെ ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ കൂടി വരുന്നതായിട്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ഒരാളല്ല. എങ്കിൽ പോലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൻ്റെ സിനിമകൾ തൊട്ട് നോക്കുകയാണെങ്കിൽ അന്ന് കൃത്യമായിട്ടും സിനിമയ്ക്കകത്ത് ഒരു വർഗബന്ധങ്ങളെ, അപ്പോൾ അതിൻ്റെ കോൺഫ്ലിക്ട്സിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന നായകന്മാരായിരുന്നു. നായകന്മാരെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് തന്നെ ഒരു വർഗത്തിൻ്റെ വക്താവായിട്ടാണ്. ഇന്ന് നേരെ മറിച്ച് നമ്മൾ ഒരു കളറിലേക്ക് വരും തോറും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് 80കൾക്ക് ശേഷമുള്ള മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് സിനിമ പോലും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാൻ ശ്രമിച്ചിരുന്ന ചില സവർണ മൂല്യങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആധിപത്യ ജീവിത രീതികളെ ചോദ്യം ചെയ്യാനാണ് നമ്മൾ ഒരു കാലത്ത് സിനിമയെ പോലും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം മാറി തിരിച്ച് ഇതിനെല്ലാം പൂമുഖത്തേക്ക് എഴുന്നള്ളിക്കുകയും അതിനെ അരിയിട്ട് വാഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പിന്നീട് ഈ കളർ ഫോർമാറ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മലയാള സിനിമയിൽ കാണുന്നത്. അത് കഴിഞ്ഞ് 2000-ന് ശേഷം പ്രത്യേകിച്ചും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ടൂളൊക്കെ വല്ലാതെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുകയും അത് ഒരു പുതിയ കാലത്തിൻ്റെ ഇൻക്ലൂഷനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ സിനിമയിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെ സ്ക്രിപ്റ്റിൽ നറേറ്റീവിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നിപ്പിക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴും എനിക്ക് തോന്നുന്നു കാതലായിട്ട് ഈ പറഞ്ഞ സവർണ മനോഭാവങ്ങളെ അല്ലെങ്കിൽ ആ ലാവണ്യബോധത്തിന് സവർണതയുടെയും കുലീനതയുടെയായിട്ടുള്ളൊരു എസ്തറ്റിക്കിനെ അട്ടിമറിക്കുന്ന യാതൊന്നും തന്നെ ഈ കാലത്തും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ഒബ്സർവേഷനാണ് എനിക്കുള്ളത്. ഒന്ന്, ഇവരുടെ നായക പരിവേഷം എന്ന് പറയുന്നത് ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള നായക പരിവേഷങ്ങൾ ഉണ്ടാക്കുന്നത് ആ കാലത്തിൻ്റെ സിനിമകളാണ്. ഈ പറഞ്ഞ മാതിരി ആറാം തമ്പുരാൻ പോലെ എടുത്ത് തന്നെ പറയണം. അത്തരം സിനിമകളിലാണ് ഈ പറഞ്ഞ നായകന്മാരൊക്കെ അതുവരെ എന്ന് പറഞ്ഞാൽ വളരെ സട്ടിലായിട്ടുള്ള വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതേ നായക നടന്മാർ പെട്ടെന്നാണ് അവർ മാത്രം സെൻറ്റർ ആവുകയും അവരുടെ മാത്രം ഫോക്കസിൽ വരികയും ചെയ്യുന്ന തിരക്കഥകളും അങ്ങനെ ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു നായക ശരീരങ്ങളെ മലയാള സിനിമ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്നത് എല്ലാം ഒരു ഉപഗ്രഹ സമാനമായിട്ടുള്ള കഥാപാത്രങ്ങളായി. കാരണം അവരുടെ പൊലിപ്പിക്കാനുള്ള ഒരു അഡീഷണൽ എക്യുപ്മെൻറ്റ് പോലെയാണ് ബാക്കി ജീവിതങ്ങളിലെ പ്രതിനിധാനങ്ങൾ പിന്നെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്.
നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഈ മോഹൻലാലൊക്കെ ചെയ്ത പഴയ കാലത്തെ സിനിമകൾ എന്ന് പറഞ്ഞ പേരില്ല, എന്നാലും ഈ സതയം പോലത്തെ ഒരു സിനിമയൊക്കെ അതിൽ സവർണ എലമെൻറ്റുകൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാനൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അവർ വരുന്ന പശ്ചാത്തലം, ആ കഥാപാത്രം വരുന്ന പശ്ചാത്തലം ഏതാണ്, അവർക്ക് അത് ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെയും എനിക്ക് തോന്നുന്നു അത്രയും കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള, വളരെ ഫീബിൾ ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, പാദമുദ്ര പോലുള്ള ഒരു സിനിമ, ഇതിലൊക്കെ വരുന്ന തരത്തിലുള്ള വൾണറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പിന്നീട് ഈ നായകന്മാരൊന്നും ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ധ്രുവം പോലെയുള്ള സിനിമയിലൊക്കെ വരുമ്പോഴേക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെയാണ്. അവർ അത് സ്ക്രിപ്റ്റ് തന്നെ ആ രീതിയിലേക്ക് ആ നറേഷൻ മാറുകയും ഫുള്ളി ഈ സവർണമായ മൂല്യബോധത്തിനെയും അതിൻ്റെ അധീശത്വത്തിനെയും ഉറപ്പിക്കുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു സ്വീകാര്യത കിട്ടുമ്പോൾ ഞാൻ ഈ നായക നടന്മാരെ മാത്രമല്ല കുറ്റം പറയുന്നത്. ഇതുവരെ മലയാളി സമൂഹം അവരെത്രമാത്രം മതേതരമാണെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂസീവായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളി സൈക്ക് അതായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം എങ്ങനെയാണ് ഈ ഒരു വരേണ്യതയെ എത്രയും ഈസി ആയിട്ട് പുൽകാനുള്ള ഒരു തലം നമുക്കുണ്ടായത്. അതിപ്പോൾ അവർ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നമുക്കത് ഇഷ്ടമായിരുന്നു, അത് കാണാനും കേൾക്കാനും ഇഷ്ടമായിരുന്നു. എവിടെയോ നമുക്ക് ഇതെല്ലാം കളഞ്ഞുപോയ കാലത്തിൻ്റെ ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് അത് നല്ലതായിരുന്നു എന്നുള്ള തോന്നലും മലയാളി സൈക്കിനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പൂമുഖങ്ങളും ഗിണ്ടിയും അത്തരത്തിലുള്ള ഭാഷയും ലാവണ്യവും ഒക്കെ തിരിച്ച് സിനിമയിലേക്ക് വന്നതെന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അതിനെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും പിന്നീട് ഉണ്ടായോ എന്ന് വെച്ചാൽ ഈ ജാതിയുടെ ഒരു സ്വത്വത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തില്ലെങ്കിൽ പോലും അവർ പ്രതിനിധാനം ചെയ്യുന്ന വീടകങ്ങൾ, അവരുടെ ജീവിത പരിസരങ്ങളൊന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഗതലം ഏതാണെന്ന് അറിഞ്ഞോ അറിയാതെയോ സ്ക്രിപ്റ്റിൽ ഡെപ്പിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രിസൈസ്ലി അത് പറഞ്ഞില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വായിച്ചെടുക്കാവുന്നതും ഇതേ സാധനങ്ങൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളീയ സമൂഹത്തിൽ നമ്മളിന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മുഖ്യധാര എന്ന് നമ്മൾ സോക്കോൾഡ് മുഖ്യധാര കൈകാര്യം ചെയ്യാത്ത പല വിഷയങ്ങളുണ്ട്. ഇത് ഒരു സബാൾട്ടൻ ജീവിതങ്ങൾ, അതിൻ്റെ അല്ലെങ്കിൽ സബാൾട്ടൻ കൾച്ചറുകൾ, ഇത് മലയാള സിനിമ ഇന്നും ഗൗരവപൂർവ്വമൊന്നും കാണുന്നില്ല. കാരണം നമുക്ക് തമിഴിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ജാതിയുടെ രാഷ്ട്രീയം അത് എത്ര കമേഴ്സ്യലായിക്കോട്ടെ, പക്ഷെ അത് പറയുക മാത്രമല്ല, ആ വിഭാഗത്തിലുള്ള മനുഷ്യർ തന്നെ മുന്നോട്ട് വന്ന് അവരുടെ കഥ, ഞങ്ങൾ ജീവിച്ച, ഞങ്ങൾ കണ്ട, ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തുനിന്ന് കുറച്ച് മനുഷ്യർ സിനിമകൾ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇന്ന് എത്ര പേർക്കാണ് ആ സാഹചര്യത്തിൽ വരുന്നവർക്ക് കഥ എഴുതാൻ പറ്റുന്നത്, ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നത്? അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വരും, നമ്മൾ ഈ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന സംവരണം എങ്ങനെ വരും? ഇനി ഒന്നും വേണ്ട, ഇപ്പോൾ നടക്കുന്ന നമ്മളെ CAA പോലെയുള്ള ഒരു പദ്ധതി, അതൊക്കെ എനിക്ക് തോന്നുന്നു ജനഗണമന എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ വളരെ മൈൽഡായിട്ടൊന്ന് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും നമ്മളത് ഭയങ്കരമായി കൊട്ടിയാഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ സട്ടിലായിട്ടാണ് അതിൽ പറയുന്നത്. അതായത് ഫോക്കസ്ഡ് അല്ല. ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് ഒരു ചെറിയ എലമെൻ്റ് പറയുമ്പോഴേക്കും നമ്മൾ അതിനെ കൊണ്ടാടുകയാണ്. പക്ഷേ നമ്മൾ അപ്പുറത്ത് നോക്കണം, അപ്പുറത്ത് വരുന്ന സിനിമകൾ നോക്കണം. ഇനി ഈവൻ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ പോലും ഇപ്പോൾ ആർട്ടിക്കിൾ 15 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വരുന്നത് ഒരു ദളിത് പെർസ്പെക്റ്റീവിൽ നിന്നല്ല. ഒരു നിരന്തരം 10 പേര് ഇന്നും നമ്മുടെ ക്രൈം റെക്കോർഡ് അനുസരിച്ച് 10 ദളിത് ആദിവാസി സ്ത്രീകൾ ഇന്ത്യയിൽ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഫിഗർ എത്രമാത്രം കൂടുതലായിരിക്കും. എന്നാൽ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്ന് ഇത്രയ്ക്കും അട്രോസിറ്റീസ് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഇത്രയ്ക്കും ലൈംഗിക അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ളത് നടക്കുന്നുണ്ട്. എന്തിനു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിനിമ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? അതേസമയം ഒരു ലോജിക്കില്ലാത്ത സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെ ആഘോഷിക്കുന്ന സിനിമകൾ ഇവിടെ തിയേറ്ററുകൾ കൈയടക്കി പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങി, അത് ഭയങ്കര ഹിറ്റാവുന്നു, പണി ഹിറ്റാവുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയും അത് എന്താണ് മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ്. ഒരു അടിസ്ഥാന ജനവിഭാഗത്തിലെ പയ്യന്മാർ എന്ന് കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. വളരെ വളരെ കോമാളിത്തരം നിറഞ്ഞ രീതിയിൽ. അല്ല, നമ്മൾ പറയാൻ ശ്രമിച്ചത് അവരുടെ ഒരു റിവഞ്ചാണെന്നാണ്. അതെന്താണ്? ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, ഇനിയിപ്പോൾ അവർ പിടിച്ചുപറിക്കാരായിക്കോട്ടെ, കള്ളന്മാരായിക്കോട്ടെ, അവർ റിവഞ്ചൊക്കെ ഇങ്ങനെയാണോ?
അപ്പോൾ ഈ റിവഞ്ചിനെ ഭേദിക്കുന്ന അപ്പുറത്തെ ആളുകളുടെ, അതായത് അവർ വളരെ നല്ല രീതിയിലുള്ള ഗുണ്ടാപ്രവർത്തനം ചെയ്യുന്ന, അതായത് നീതിപൂർവ്വം ഗുണ്ടാപ്രവർത്തനം ചെയ്യുന്ന ഗുണ്ടകൾ എന്നുള്ള ഒരു ലേബലൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ ലോജിക്കുകൾ വെക്കുന്ന തരത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തിന് പിന്നെ ഒരു മോക്കറി പീസ് ആക്കുന്ന വിധത്തിലുള്ള കഥകളൊക്കെ തന്നെയാണ് വരുന്നത്. അതൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ജോലി തെറിക്കുമെന്നല്ലാതെ വേറൊന്നും ഗുണമുണ്ടോയെന്ന് വെച്ചാൽ അറിയണ്ട. പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ രീതിയിലുള്ള അപജയം കൂടെ പുതിയ കാലത്തെ മലയാള സിനിമ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്ത് സ്കൂൾ തലത്തിൽ വരെ കാണുന്ന വയലൻസുകൾ കാണുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ഗ്ലോബൽ സ്കൂളിലേക്ക് ഒരു കുട്ടി 15കാരൻ ഗ്രൂപ്പായിട്ടുള്ള റാഗിങ്ങിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് 9ാം ക്ലാസ്സുകാരൻ്റെ കഴുത്തിന് പുറകിൽ കുത്തുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈസിയായി കാണുന്ന രീതിയിൽ. ഞാൻ ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഞാൻ കണ്ടത്, ഇവരിതൊരു നമ്മളെ പഴയ ഗ്ലാഡിയേറ്റർ ഗെയിമുകൾ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ PUBG ഗെയിമുകൾ പോലെ ബ്ലഡ് ഷെഡ് ചെയ്യുന്നതിനൊക്കെ ഒരു ഭംഗിയായിട്ടുള്ള, ഭയങ്കര ആസ്വദിക്കുന്ന വിധത്തിലുള്ള ഒരു സൈക്ക് ഉണ്ടായി വരുന്നുണ്ട്. അതിന് സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അത് സിനിമ മാത്രമായിട്ടല്ല, ഒരു സിസ്റ്റം മൊത്തം അങ്ങനെ വയലൻസിനെ നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നടക്കുന്ന സിനിമയ്ക്ക് കൂടുതൽ സാധ്യത കിട്ടുന്നുണ്ട് ഇത് ചെയ്യുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളുടെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ തുടക്കകാലത്ത് നമ്മളെ PK റോസിയുടെ അനുഭവം നോക്കുക. അവർക്ക് ഇവിടെ നിന്ന് തന്നെ നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ശക്തമായിട്ടുള്ള, വളരെ കുലധർമ്മങ്ങളിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും അവർ ഭയങ്കര പവർഫുള്ളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ പ്രസൻസ് നോക്കിയാൽ നായകന് തുല്യമോ അതിൽ കൂടുതലോ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള നടിമാരുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ ആകാര വടിവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സീറോ ഫിഗർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൊന്നുമല്ല. അന്നത്തെ തന്നെ നമ്മുടെ ഒരു ദ്രവീഡിയൻ സൗന്ദര്യ സങ്കല്പത്തിൽ ഉള്ള പെണ്ണുങ്ങളെയൊക്കെ തന്നെ നല്ല അരക്കെട്ടും നല്ല തുടുത്ത സ്ത്രീകൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി മാറി അവർ തുല്യ പ്രാധാന്യത്തിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ ഷെയർ ചെയ്ത് വന്നു. പിന്നീട് ഈ പറഞ്ഞ മാതിരി 80കൾ 90കൾ ഈ പറഞ്ഞ മാതിരി ഒരു പുരുഷനെ മാത്രം ഒരു മാസ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഒറ്റ നായകനുണ്ടാക്കി തീർക്കുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾ ഉപഗ്രഹ സമാനമായി എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയുടെ അതിലും തുലവും താഴെയായി. കാരണം മറ്റു കഥാപാത്രങ്ങൾക്ക് എപ്പോഴും പുരുഷൻ്റെ കൂടെ സമൂഹത്തിൽ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും കാത്തിരിപ്പിൻ്റെ ആളുകളും അടുക്കളയിൽ ഒരു നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല കാമുകി, അനിയത്തിയൊക്കെ ആയിട്ട് വീടകങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുകയും സ്ക്രീൻ പ്രസൻസ് നാമമാത്രമാവുകയും ചെയ്തു. അത് ആ ട്രെൻഡ് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 3-4 കൊല്ലത്തിൽ മേലെ അവർക്കൊരു ആയുസ് സിനിമയിലില്ല. ഇപ്പോൾ പഴയ കാലത്തെ നടിമാരൊക്കെ എത്രയോ വർഷമാണ് അവർ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന സിനിമകളിൽ. പക്ഷെ ഇപ്പോഴത്തെ കാലത്തേക്ക് വരുമ്പോഴേക്കും ഒരു 3-4 സിനിമയ്ക്ക് ശേഷം പിന്നീട് ഇവർക്കൊന്നും ലൈഫില്ല. ആ രീതിയിലേക്ക് സ്ത്രീകളെ ചുരുക്കിക്കളയുന്ന വിധത്തിലേക്കും കൂടെ ഇൻഡസ്ട്രി മാറുമ്പോഴും പിന്നീട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രി ആണ്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആണ് സ്ത്രീയുടെ സൗന്ദര്യം നോക്കുന്നത്. പിന്നെ അപ്പോൾ ഇൻ്റർനാഷണൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഈ സീറോ ഫിഗറിന് വേണ്ടുന്ന ഫാഷൻസാണ് ഉണ്ടാക്കുന്നത്. അതുപോലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനത് ചെക്ക് ചെയ്ത ഒരു കാര്യമാണ്. അത് പൊതുവേ അത് ഡിസൈനേഴ്സായിട്ട് വരുന്നവരെല്ലാം ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഹോമോസെക്ഷലായിട്ടുള്ള മനുഷ്യരാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രീനെ തന്നെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ അവരെ മനസ്സിൽ അവരെ സംബന്ധിച്ച് സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ ഭാവനയ്ക്ക് വലിയ സ്കോപ്പില്ല. കാരണം ഹോമോസെക്ഷലാണ് അവർ. അപ്പോൾ ഇവർ പെട്ടെന്നാണ് ഈ സീറോ ഫിഗർ പോലെ, അല്ലെങ്കിൽ വീക്കെൻ്റെ ഭാഷയിൽ നേർവര പോലെയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടുന്ന ഡിസൈനുകളിലേക്ക് പോകുന്നത്. ഇത് സിനിമ ഒരു എലീറ്റ് ക്ലാസ്സിൻ്റേതായി നമ്മൾ നോക്കുമ്പോൾ തുടക്കകാലത്ത് ഏറ്റവും നാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത സാഹചര്യം, നാടകം കളിക്കാൻ വരുന്നവർ തന്നെ അന്ന് അധകൃത കലാകാരന്മാരായിട്ട് കാണും, നാടകം എന്ന കലാരൂപത്തിൽ. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്ന് വരുന്നവരായിരുന്നു പണ്ട് സിനിമയിലെങ്കിൽ ഇപ്പം അതല്ല.
ഇപ്പോൾ സിനിമ ഇറ്റ്സെൽഫ് ഒരു എലീറ്റ് കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ്. ആ എലീറ്റിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ സോക്കോൾഡ് ഇൻ്റർനാഷണൽ സൗന്ദര്യ സങ്കല്പത്തിൽ വരുന്ന സ്ത്രീകൾ മതി എന്നുള്ളതും കൂടിയായി. അപ്പോൾ ഒരു ഫാഷൻ പീസുകളായിട്ട് ഫാഷൻ ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു അതിനൊരു വോയറിസ്റ്റിക് എലമെൻറ്റ് ധാരാളം ഉണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഐറ്റം ഡാൻസിൽ മാത്രം വോയറിസം കാണുകയും നായിക എന്തിട്ടാലും അതിൽ വോയറിസ്റ്റിക് അല്ല എന്ന് കാണുന്ന ഒരു എലീറ്റിസം ഉണ്ടെന്ന് കാണുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു ഫാഷൻ ഭാവനകളൊക്കെ അത് മലയാളം ഇൻഡസ്ട്രിയേക്കാൾ കൂടുതലും മേ ബി എനിക്കാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഈ ഹിന്ദി ബോളിവുഡ് തന്നെയാണ് അത് കൂടുതൽ അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ തന്നെ കൊണ്ടുവരുന്നത്. സീറോ ഫിഗറും ഇത്തരത്തിലുള്ളതും അതിൽ നിന്നും തട്ടിമറിഞ്ഞിട്ടൊന്നും ഒരു സ്ത്രീനെ ഇന്നും നമുക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മലയാളം ഇൻഡസ്ട്രിക്ക് അത് പറ്റുന്നില്ല. അതൊരു പരിമിതി തന്നെയാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇൻഡസ്ട്രി മൊത്തം കൈയാളുന്നത് അതിൻ്റെ എല്ലാ പവർ സ്ട്രക്ചറിലും പുരുഷന്മാരേ ഉള്ളൂ. നിർമ്മാണം, വിതരണം, അതിൻ്റെ ഈവൺ അതിൻ്റെ തിയേറ്റർ. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റലിൽ ഒന്നുമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് വോയിസ് ഇല്ല. പിന്നെ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രഗത്ഭയായ നടിക്കെതിരെ ഉണ്ടായ ഒരു അതിക്രൂരമായ ഒരു ഇൻസിഡൻറ്റ്. അത് മരണത്തോളം എത്തിയില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നിർഭയ പോലെയൊക്കെ ആവുമായിരുന്ന ഒരു ഇൻസിഡൻറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് പേരെങ്കിലും ഇൻഡസ്ട്രി ഇങ്ങനെ പോരാ എന്ന് ശ്രദ്ധിക്കുകയും അതുപോലെ ഇൻഡസ്ട്രി അല്ല അത് ശ്രദ്ധിച്ചത്, അവരൊപ്പം പൊസിഷൻ എടുത്ത കുറച്ച് സ്ത്രീകളാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് WCC പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഉണ്ടാകുന്നു. ആ കളക്റ്റീവും പൊതുസമൂഹവും മാറിയ ഈ കാലത്ത് പൊതുസമൂഹത്തിൻ്റെയും കൂടെ നല്ല ഒരു ശ്രദ്ധയുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ അവരും കൂടെ ചേർന്നുകൊണ്ട് ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ഗവൺമെൻറ് ഫോഴ്സ്ഡ് ആവുകയാണ്. അങ്ങനെ ഒരു ഹേമ കമ്മിറ്റി വരെ എത്തുന്നു. തുടർന്ന് ഹേമ കമ്മിറ്റി 5 കൊല്ലത്തിന് ശേഷം വരുന്ന കുറേ വെളിപ്പെടുത്തലുകൾ. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇൻഡസ്ട്രീനെ ക്ലൻസിങ് പ്രോസസ്സിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വേണ്ട വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ മാറണം, ഇങ്ങനെ പോരാ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെയും സ്ത്രീകളുടെ കാര്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു റിട്ടാലിയേഷൻ മാതിരിയാണ്. ഇത് പറയുന്ന പ്രശ്നങ്ങളെ ഉന്നയിക്കുന്ന സ്ത്രീകളെ അപ്പാടെ അങ്ങ് ഒതുക്കി കളയാം, അല്ലെങ്കിൽ ഇനി അവർ വേണ്ട. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റിനകത്ത് സ്ത്രീ ഉണ്ടെങ്കിലാണല്ലോ ഈ പ്രശ്നം. അപ്പോൾ വർക്ക് സ്പേസിൽ കൂടുതൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത വിധത്തിൽ തന്നെ സ്ക്രിപ്റ്റിങ്ങും തുടങ്ങി എല്ലാ മേഖലയിലും, മറ്റു മേഖല എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മേഖലയിൽ മലയാളത്തിൽ വളരെ കുറച്ച് സ്ത്രീകളെ ഉള്ളൂ. ഇപ്പം നോക്കുമ്പോഴെന്ന് വെച്ചാൽ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾ അധികം ഇല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യമേ ഇല്ലാത്ത സ്ക്രിപ്റ്റുകളാണ് വരുന്നത് എന്നുള്ളൊരു വിചിത്രമായ അവസ്ഥയും കൂടെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മൾ വളരെയധികം കൊണ്ടാടിയ ഒരു സിനിമയാണ് നിർമാല്യം എന്ന് പറഞ്ഞൊരു സിനിമ. അതിൻ്റെ 50ാം വാർഷികമൊക്കെ 2-3 കൊല്ലം മുമ്പ് നമ്മൾ ആഘോഷിക്കുകയൊക്കെ ഉണ്ടായി. അതിനകത്ത് ഇന്നത്തെ ഒരു ഇന്ത്യയിലിരുന്ന് ചോദിക്കുന്നത്, ഇന്ന് ആർക്ക് പറ്റും ഒരു ഡയറ്റിയുടെ മുഖത്ത് മുറുക്കി തുപ്പിക്കൊണ്ട് പോകുന്ന ഒരു നായകനെ പോർട്രേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മളെവിടെ എത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതേസമയം അതിൽ നമ്മൾ മുന്നോട്ട് അഡ്രസ്സ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തും ആ കുടുംബം തകരുന്നതിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ശിഥിലീകരണത്തിന് സമ്പന്നനായി തിരിച്ചു വന്ന് സ്വന്തം ഭാര്യയെ ആ സ്വന്തം ഭാര്യയ്ക്കൊപ്പം കിടക്ക പങ്കിട്ടു എന്ന് പറയുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അവിടെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. മറിച്ച് ആ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ 70കളുടെ കാലത്ത് നമ്മളുടെ ഭൂപരിഷ്കരണത്തിന് ശേഷം ഉണ്ടായ ഒരു നായർ ഗൃഹാതുരത്വത്തോടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശൂദ്ര കമ്മ്യൂണിറ്റിക്ക് അവരെ ലാൻഡ് നഷ്ടപ്പെടുന്നു. ആ ഒരു കാലത്തിൻ്റെ ചില പ്രതിസന്ധികൾ കാണിക്കുമ്പോൾ തന്നെ പുറത്ത് പോയി ഇതൊന്നും ഇല്ലാത്ത ലാൻഡോ വേറെ ക്യാപിറ്റലോ ഒന്നും ഇല്ലാത്ത മനുഷ്യരെല്ലാം പുറത്തു പോയി സമ്പാദിച്ചു വന്നതിന് ശേഷം അവരുടെ പർച്ചേസിങ് പവറിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല അവിടെ ആ സ്ത്രീ സ്വയം തീരുമാനിച്ചിട്ടും കൂടിയാണ് അവരിനി അങ്ങനെ ജീവിക്കുന്നില്ലെന്നും ദാരിദ്ര്യം ഇനി അനുഭവിക്കാൻ തയ്യാറല്ലെന്നും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് വേണമെന്നും തീരുമാനിച്ചിട്ടാണ് അവർ ആ ബന്ധത്തിലേക്ക് പോകുന്നത്. പക്ഷെ ആ സിനിമ അത് അങ്ങനെയൊന്നും കാണിക്കാനല്ല തയ്യാറാവുന്നത്. മറിച്ച് ഈ മുസ്ലിം പുരുഷനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയും വളരെ നിസ്സഹായനായിട്ടുള്ള ഒരു നായകനായിട്ട് ഈ കോമരത്തിനെ മാറ്റുകയും അങ്ങനെ ഡയറ്റിയുടെ മുഖത്ത് തുപ്പി ഇറങ്ങി പോകുന്ന പക്ഷെ ഞാൻ പിന്നീട് ആ സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അയാൾ അവിടെ ദാരിദ്ര്യം കൊണ്ടല്ല തുപ്പുന്നത്. ഞാൻ എന്നൊരു ആണിൻ്റെ ഒപ്പം നിൽക്കേണ്ടിയിരുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ പെണ്ണ്
എന്നിൽ നിന്ന് അകന്നുപോയി, എനിക്ക് കൈവിട്ടു പോയി എന്നുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ആ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വികലമായ ഒരു വായനയൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ വികലമായ തുടർച്ചകൾ തന്നെയാണ് എവിടെ ബോംബ് പൊട്ടുകയാണെങ്കിലും, ഇനി ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് തട്ടിയെടുക്കാൻ വരുന്നവരാണെങ്കിലും എല്ലാം മലയാള സിനിമയിൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ മാതിരി നമ്മുടെ നായക നടന്മാർ മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഒറ്റയ്ക്ക് ആടി തകർത്ത കഥാപാത്രങ്ങളുള്ള സിനിമകൾ, എനിക്ക് പേരിപ്പോൾ ഓർമ്മയില്ലെങ്കിലും അതിലെല്ലാം നായകന്മാരായിട്ട് വരുന്നതെല്ലാം മുസ്ലിം കഥാപാത്രങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് കാലത്തും മുസ്ലിമിന് ഒരു അധിക ബാധ്യതയുണ്ട് ദേശീയ പുരുഷനാവാൻ. മുസ്ലിം പുരുഷന് അത് അധിക ബാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പിന്നെ ഒരു ബാധ്യതയില്ലല്ലോ, അവർ ദേശത്തിനെയോ കാലത്തിനെയോ ഒന്നും റെപ്രസെൻ്റ് ചെയ്യാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ മുസ്ലിം കഥാപാത്രങ്ങൾക്ക് ഈ ഒരു അധിക ബാധ്യതയുണ്ട്. അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഒരു മുസ്ലിം പുരുഷന്, മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ഒരു മനുഷ്യന് അധിക ബാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കറുപ്പിൻ്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ സൂക്ഷ്മതയെക്കുറിച്ച്, കറുത്ത തടിച്ച മനുഷ്യർ എന്നൊക്കെ പറയരുത് എന്ന് പറയുമ്പോൾ തന്നെയും ഏറ്റവും കൂടുതൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൽ നമ്മൾ നോക്കിയാലും, നമ്മളെ ചുറ്റും നോക്കിയാലും വെളുക്കാനുള്ളതും കുറേയും കൂടി പട്ട് പോലെ ആവാനുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കോസ്മെറ്റോളജി തന്നെ നോക്കും, അത് എത്രമാത്രം കൂടുന്നു. ഇനി ബ്യൂട്ടി പേജൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറുത്ത മനുഷ്യരുള്ള പല ടാക്ടീസുകളാണ് അവരെല്ലാം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊടുക്കുന്നു. നമ്മളെ ഇമ്മീഡിയറ്റ് നീഡ് ഇതൊന്നുമല്ല. നമുക്ക് ഈ ക്രീമുകളുടെ ആവശ്യം ഇപ്പം നിലവിൽ അത്ര അത്യാവശ്യമല്ല. നമുക്ക് കുറച്ചും കൂടി ഇനി ഇമ്മീഡിയറ്റ് നീഡായിട്ട് വരാൻ പോകുന്നത് നമുക്ക് വെള്ളമൊക്കെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇനി കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂണ് പോലെയാണ് ഇന്ന് നമ്മളുടെ നഗരങ്ങളിൽ സലൂണുകൾ മാത്രമല്ല, ഇന്ന് വേറെ തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇതുമാതിരി തന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുക, അതായത് സ്വാഭാവികമായി മനുഷ്യൻ വയസ്സാവും എന്നുള്ളതിന് ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന വേറെ ആഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം കൂടെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ കോൺട്രാസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ന്യൂസ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഒരു സിവിൽ വയലൻസിൻ്റെ ടൂളായിട്ട് എനിക്ക് തോന്നി. കാരണം നിങ്ങൾ ഒരു സ്ഥലത്തെ ദുരന്തത്തെക്കുറിച്ച് പറയുന്നു, ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുന്നിൽ ഒരു പരസ്യമായിട്ട് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്ക് മുടി കുറഞ്ഞോ, കഷണ്ടി ആയോ, അത് പരിഹരിക്കണം, കോൺഫിഡൻസ് കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ കറുത്തോ, നിങ്ങൾ തൊലിയിൽ സ്ക്രാച്ച് വന്നോ, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേ സമയം തന്നെ ഒരു വലിയ വിശാലമായ ഒരു പ്രശ്നത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയും അതേസമയം ഓൺ ദ സ്പോട്ടിൽ നമ്മളെ അത്തരം റിയാലിറ്റിയെ കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വൽ റിയാലിറ്റിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു ടാക്ടീസ് ഉള്ള, അത്രയ്ക്ക് സൂത്രം പിടിച്ച പരസ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്കാരാണ് നമുക്ക് ഈ ന്യൂസ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക? അപ്പോൾ അത് കണ്ടതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ആ നിമിഷം നമ്മളെ ആത്മവിശ്വാസം തകർന്നു. അയ്യോ എൻ്റെ കഷണ്ടി വന്നു, അല്ലെങ്കിൽ എൻ്റെ മുടി കൊഴിയുന്നു, എൻ്റെ മുഖം കറുക്കുന്നു. ഇങ്ങനെ ആത്മവിശ്വാസമില്ലാത്ത, പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യത്തെ മനുഷ്യർ പൊതുവെ ഉണ്ടെന്ന് തന്നെ പറയണം. ഇങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്ത മനുഷ്യന്മാർ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് വെളുക്കാം, നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം, നിങ്ങൾക്ക് മുടി വയ്ക്കാം, എന്തിനാണ് നമ്മളെ രൂപം തന്നെ മാറ്റിക്കളയാം എന്ന് പറയുന്ന ഒരുപാട് കൂണ് പോലെ മുളച്ച ക്ലിനിക്കുകളാണ്. ഇതാണ് നമ്മളെ ലൈഫിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന പൊളിറ്റിക്സിനെ ഇൻറ്റേർണലൈസ് ചെയ്യാത്തോടത്തോളം കാലം അതിനെ ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ജീവിത രീതികൾ ഇല്ലാത്തോടത്തോളം കാലം നമ്മൾ ഇത്തരം കെണികളിൽ തന്നെ പെട്ടുകിടക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ ചെറുപ്പക്കാരുടെ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കുറച്ചും കൂടി ഇൻക്ലൂസീവായിട്ട് രാഷ്ട്രീയം പറയാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതൊരു ടാക്ടിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ ജെൻഡർ പൊളിറ്റിക്സ് അവർ കുറച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി ആർജവമുണ്ട്, സ്വയം തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ജയഹോ പോലെയുള്ള സിനിമകളാണെങ്കിലും അവർ ദാമ്പത്യത്തിൽ ഒരു പ്രതിസന്ധിനെ അത് വളരെ ഫണ്ണി ആയിട്ടാണെങ്കിലും പോസിബിൾ അല്ല. ഒറ്റയ്ക്ക് ഒരു കുളിമുറിയിലൊക്കെ നിന്ന് നമുക്ക് കരാട്ടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊന്നും അത്ര അറിയില്ല, അത്ര എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നു. എങ്കിൽ പോലും വളരെ തമാശയോട് കൂടിയിട്ടാണെങ്കിലും
ഒരു സ്ത്രീ കഥാപാത്രങ്ങളെ തനിക്ക് വേണ്ടി സംസാരിപ്പിക്കുന്ന വിധത്തിലെങ്കിലും, ഇപ്പോൾ ഞാൻ സൂക്ഷ്മദർശിനി കണ്ടിട്ടില്ല, പക്ഷെ അതിൽ പോലും പറയുന്നത് ഒരു സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യും, അവർ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പോലും അവരുടെ ചില നോട്ടങ്ങൾ എന്തിലേക്കൊക്കെ പോകുന്നു, അവരുടെ ഒരു ഒരു എന്താ പറയണ്ടേ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒക്കെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലൊക്കെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയാണോ സ്ത്രീ എന്നുള്ളത്? സ്ത്രീ എപ്പോഴും കർത്തവ്യബോധമുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര പൊളിറ്റിക്കലി ഉയർന്നു നിൽക്കേണ്ടവളായിട്ട് മാത്രമല്ല. ഞാൻ പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാത്തരം കുൽസിത ബുദ്ധിയോട് കൂടി പ്രകാശിപ്പിക്കാൻ, ഒന്നല്ലെങ്കിൽ ഭയങ്കര നല്ല മനുഷ്യർ, അല്ലെങ്കിൽ ഭയങ്കര വില്ലത്തികൾ. ഇപ്പോഴത്തെ ഒരു സ്ത്രീകളുടെ ഒരു പോർട്രേഷൻ ഇപ്പോൾ എല്ലാവരും വില്ലത്തികളായിട്ടാണ് വരുന്നത്. ഒരു ചില പ്ലോട്ടിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒക്കെ പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ സ്ത്രീകളാണ്. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമിലാണ് സ്ത്രീകളെ പോർട്രേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീകളെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ചൊന്നും ഭാവന ചെയ്യാനുള്ള ഒരു ശേഷി നമ്മുടെ എഴുത്തുകാർക്ക് ഇല്ല എന്ന് തന്നെ തോന്നുന്നു. അത് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് എഴുതുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ 30കൾക്ക് മേലെ, 35 അങ്ങനെ ചെറിയ പ്രായക്കാരാണ്. അപ്പോൾ അവർ ഒന്നല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിലൊരു ഐഡിയലായിട്ട് വരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയായിരിക്കാം. അതർവൈസ് എന്തുകൊണ്ടാണ് സ്വന്തം ചുറ്റുപാടുള്ള സ്ത്രീകളെ അവർ നിരീക്ഷിക്കാത്തത്? എനിക്ക് തോന്നുന്നു ആ നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ തെരുവിൽ സ്ഥിരം കാണുന്ന ഒരു സ്ത്രീയെ അവർ 10 ദിവസം ശ്രദ്ധിച്ചാൽ അറിയും അവരെത്ര ടാക്റ്റിക്കലിയാണ് ഈ മനുഷ്യ സമൂഹത്തെ അവർ ഡീൽ ചെയ്യണമെന്നുള്ളത്. വീട്ടിലിരിക്കുന്ന അമ്മയെ 10 ദിവസം ശ്രദ്ധിച്ചാൽ അറിയും. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, ന്യൂക്ലിയർ സെറ്റപ്പിൽ വന്നപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ അവർ കളക്റ്റീവായിട്ട് കാണുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അമ്മൂമ്മ, വല്യമ്മ, അമ്മായി, പിന്നെ അങ്ങനെ മനുഷ്യബന്ധങ്ങളുടെ ഒരു ഇടപഴക്കങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് അത് കാണാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞാൽ എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിൽ സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത തലത്തിൽ ഈ പറഞ്ഞ മാതിരി അപ്പോഴാണ് നമ്മൾ ഈ വർഗം എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്കാണ് ഒരു മാർക്കറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ഒരു പെണ്ണ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഭാഷ, ഇത്രയും കുലീനമാവേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യരുടെ ഭാഷയൊന്നും. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ ഇതിനൊന്നും ഇന്നും ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു പെണ്ണിനെ പോർട്രേറ്റ് ചെയ്യാനുള്ള ധൈര്യങ്ങളൊന്നുമില്ല. പക്ഷേ ജെൻഡർ ഇഷ്യൂസിനെ ആണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ പവർ ഇംബാലൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഭാഗ്യവശാൽ ഉണ്ടായി വരുന്നുണ്ട്. ഈ ഹണി റോസ് ഇഷ്യൂവിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, മനഃപൂർവ്വം പോകാതിരുന്നത് ചാനൽ ചർച്ചയ്ക്ക്. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ മനുഷ്യരോടല്ല, ഇവരെ അപമാനിച്ചു എന്ന് പറയുന്ന മനുഷ്യരോടൊന്നും എനിക്ക് പറയാനില്ല. കാരണം സ്ത്രീനെ വളരെയധികം ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു ലോകത്ത് നിങ്ങൾ ഒരു സിഗരറ്റിനാണെങ്കിലും കള്ളു കുടിക്കാൻ, അപ്പോൾ ഇതൊക്കെ സ്ത്രീകളും ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്നത്. ഞാനത് എടുത്ത് പറയുന്നത് വെച്ചാൽ അതിന് പോലും നമ്മൾ സ്ത്രീ ശരീരത്തെ തന്നെ പരസ്യത്തിൽ ഉപയോഗിക്കുകയും എന്ത് തരം അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു എലീറ്റിസം കൊണ്ടുവരുന്ന ഫാഷൻ കൾച്ചറിൽ നിങ്ങൾക്ക് വോയറിസ്റ്റിക് അല്ല എന്ന് തോന്നുകയും അതേസമയം വേറെ തരം മനുഷ്യന്മാർ അവരെ എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടോ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടോ അവരെ ശരീരത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നം തോന്നുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ ഇപ്പോൾ അധികവും നിൽക്കുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല വേദികളിലും, പ്രത്യേകിച്ചും ജ്വല്ലറികൾ പോലെയുള്ള വേദികളിലാണ് കൂടുതലും നമ്മൾ ഹണി റോസിനെ സിനിമയെക്കാളേറെ കാണുന്നത്. അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗം കൂടിയായിട്ട് കിട്ടിയ തന്നെ അവസരങ്ങളാണ്. അതവർ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടം വരെ അത് അവരെ ഇൻവൈറ്റ് ചെയ്ത ആളും അവരും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ അത് ശരിയാണ് എന്ന് കരുതി അവരെങ്ങനെയാണോ അവരെ പ്രൊജക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരെ പ്രസൻറ്റ് ചെയ്തത് ഇതിലൊന്നും ആ ആൾക്കോ മറ്റു നാട്ടുകാർക്കോ ഒന്നും ഒരു പ്രശ്നം തോന്നേണ്ട ഒരു കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പോകാതിരുന്നത് ഇതേ ജ്വല്ലറിയുടെ സ്പോൺസർഷിപ്പിലാണ് ഇത്രയും വാർത്തകൾ അവിടെ വരുന്നത്. ഇതിനകത്ത് ഒരു നിലപാട് ഈ ചാനലുകൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ടേംസ് പോകുന്നുള്ളതാണ്. കാരണം ആർക്കെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരാളുടെ ഇത്തരത്തിലുള്ള വളരെ വൾഗറായിട്ടുള്ള ഒരു വ്യക്തിഹത്യക്ക് തുല്യമായിട്ട് തന്നെ ഇങ്ങനെ കമൻസ് പറയുന്ന ഒരാളുടെ പരസ്യം കൊടുക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ഇവർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ നിർഭാഗ്യവശാൽ അത് പറ്റില്ല. കാരണം അത്രമാത്രം മാർക്കറ്റാണ് നമ്മളെ
ഗൈഡ് ചെയ്യുന്നത്. ഈ മാർക്കറ്റിൻ്റെ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ നമുക്കൊരു ചാനലോ ഒരു എന്തിനു പറഞ്ഞാൽ എന്തെങ്കിലും അതൊക്കെ ഒരു ആത്മഹത്യാപരമായ ഒരു സ്റ്റെപ്പാണ്. അത്രയ്ക്കും പൊളിറ്റിക്കൽ വില്ലുള്ള മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഞാൻ അന്ന് ആ സമയത്ത് ചെയ്തത്. കാരണം എനിക്കതിനകത്ത് ഭയങ്കര വൈരുദ്ധ്യം തോന്നി. എന്ത് ആണ് ഞാൻ പറയുന്ന ഈ ചർച്ചയിൽ തന്നെ അടുത്ത പരസ്യം വരുന്നത് ഈ പറഞ്ഞ ബോച്ചയുടെ ജ്വല്ലറിയുടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വിരോധാഭാസങ്ങളൊക്കെ അതിനകത്തുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ എൻ്റെ ആവിഷ്കാരം എൻ്റെ സന്തോഷമാണ്. അത് ചിലപ്പോൾ എനിക്ക് ക്ലീവേജ് കാണിച്ചിട്ടാണെങ്കിൽ അത് ചെയ്യണം. അതിനെന്താ ബുദ്ധിമുട്ട്? ആ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലേക്ക് നമ്മളെ കാഴ്ചയുടെ ശീലങ്ങളെ മാറ്റുക എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കലേ പറ്റുള്ളൂ. അതല്ലാതെ അവരും അതിൻ്റെ സാധ്യത എടുത്തല്ലോ, സോ വാട്ട്? അവരുടെ ജോലി അതാണ്. അവർ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ സാധ്യതേനെ മാർക്കറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇന്ത്യൻ സിനിമ ഒരു ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എടുക്കാൻ കേപ്പബിൾ അല്ലാത്തതിൻ്റെ ഒരു കാരണം സിനിമ തന്നെ ആരുടെ കയ്യിലാണ് ഇരിക്കണേ എന്നുള്ളതാണ്. ഒന്ന് പ്രൊപ്പഗൻഡ സിനിമ. കാരണം ഇന്ന് നമ്മൾ IFFK പോലെയുള്ളതോ IFFI പോലെയുള്ള ഫെസ്റ്റിവലുകൾ നോക്കുമ്പോൾ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് ഗവൺമെൻറ് തന്നെ ഇറക്കുന്ന സിനിമകൾക്കാണ് അവിടെ പനോരമയിൽ പോലും അവസരമുള്ളൂ. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങിയ കാലത്ത് ഒരു 100 വർഷത്തെ പോലും ചരിത്രം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ഇല്ല. തുടങ്ങുന്ന കാലത്ത് അതിൻ്റേതായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള റിനൈസൻസ് പീരീഡിൻ്റെ അലകൾ പല സ്ഥലത്ത് പല രീതിയിൽ ഇതിനെ ഏറ്റെടുക്കാൻ തക്ക ശേഷിയുള്ള ഭൗതിക ശേഷിയുള്ള അതിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ആളുകളാണ് സിനിമയെ അന്ന് സമീപിച്ചിരുന്നത്. അപ്പോൾ അന്ന് സാഹിത്യം പോലെ അല്ലെങ്കിൽ സിനിമയെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് നാടകത്തെ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കണമെന്ന് ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളും ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ സിനിമയെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണമെന്ന് നിലപാടെടുത്തിട്ടുള്ള കളക്റ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൽക്കട്ടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോഴുണ്ടായിരുന്നു അങ്ങനത്തെ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പൊഡേസെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ആശയം വെച്ചിട്ടൊക്കെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ മൂവ്മെൻറ്റുകളുടെ ഒരു ശിഥിലീകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ തന്നെ അപജയം ഉണ്ടാവുന്നുണ്ട്. പോകെ പോകെ മാർക്കറ്റിൻ്റെ മാത്രം ഒരു പ്രോഡക്റ്റായിട്ട് സിനിമ മാറുകയും ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം നേടണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് മാറുന്ന മനുഷ്യരുടെ കയ്യിലേക്ക് സിനിമ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഓൺഗോയിങ് പ്രോസസ്സിൽ സിനിമയിൽ ഒരു ജനാധിപത്യവൽക്കരണം നടന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മണിയുടെ ഡിസ്ട്രിബ്യൂഷന് അങ്ങേയറ്റത്തെ അസമത്വങ്ങൾ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇനി അങ്ങനത്തെ ഒരു താല്പര്യം ഏറ്റെടുക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, അത് കമ്പോളത്തിന് വേണ്ടി നിലനിൽക്കുന്ന താല്പര്യമാണ്. അപ്പോൾ ഇനി വീണ്ടും പഴയതുപോലെയുള്ള ചില പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് അന്ന് നാടകത്തിലൂടെയാണ് പ്രകാശിപ്പിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ജനങ്ങളുടെ മേൽക്കൈയിൽ പക്ഷെ അങ്ങനെ പോകാവുന്ന ഒരു സാഹചര്യത്തിലാണോ ഇന്നത്തെ ഇന്ത്യൻ സൈക്ക് എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ കുംഭമേളകൾ ഇവിടെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുംഭമേളകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും നമ്മൾ അവിടം വരെ പോകുന്നു, ഇനി ഇത് 144 വർഷത്തിന് ശേഷം ഇനി ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രൊപ്പഗൻഡകൾ സജീവമാകുന്ന ആ രീതിയിൽ വളരെയധികം പുറകോട്ട് പോകുന്ന ഒരു സോഷ്യൽ സൈക്ക് രൂപപ്പെടുത്തുകയും മറിച്ച് ഇതിനെ കൗണ്ടർ ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു കൾച്ചറൽ ആക്ടിവിസമോ പൊളിറ്റിക്കൽ ബോധവൽക്കരണം ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി സിനിമ അങ്ങനെ ആയി മാറുന്നത്? ഞാൻ ഭയക്കുന്നത് ഇനി സിനിമ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ അവരുടെ മാത്രം പ്രൊപ്പഗൻഡ ടൂളായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കാലത്തേക്കും കൂടിയാണ്. ഈ നിലയ്ക്കാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രത്തോളം രാഷ്ട്രീയമായ ധ്രുവീകരണങ്ങളും അപജയങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞതിന് നമുക്ക് പഴയ കാലത്തിൻ്റെ അല്ലെങ്കിൽ നിലവിൽ ഈവൻ എത്ര ജയിലിൽ കിടന്ന് സിനിമ ഉണ്ടാക്കുന്നുണ്ട്, ഇറാൻ സിനിമകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ എഫേർട്ട് എടുക്കാവുന്ന ഒരു സൈക്കിന്ന് ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ അത് പിൻ പോയിന്റ് ചെയ്ത് അവരെപ്പോൾ അകത്താവുമെന്ന് മാത്രം കണ്ടാൽ മതി.
ഇപ്പൊ തന്നെ മാത്രമല്ല, ആ ഒരു തലമുറയുടെ ഇപ്പോൾ തപൻ ദാസ് പോലെയുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞു. അതിന് പകരം വയ്ക്കാവുന്നത് ഇപ്പം നമുക്ക് ഒരു ഡോക്യുമെന്ററി മേഖലയിലൊക്കെ ആണെങ്കിൽ ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ള ഒരു മനുഷ്യർ, അങ്ങനെയൊക്കെയുള്ള സുശീൽ ശർമ്മയെ പോലെയുള്ള മനുഷ്യരൊക്കെയുള്ളൂ. കേരളത്തിൽ നിന്ന് ആരാണ്? കേരളത്തിൽ നിന്ന് അങ്ങനെ സ്ട്രൈവിംഗ് ആയിട്ട് വരുന്ന മനുഷ്യരുണ്ടെങ്കിൽ എത്ര പേർക്കാണ് ഈ വേദി കിട്ടുന്നത്? ഡോക്യുമെന്ററി എന്നൊക്കെ പറയുന്നത് സിനിമ അല്ലാതായി കഴിഞ്ഞു. സിനിമയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഡോക്യുമെന്ററി കാണാനൊന്നും നമുക്ക് ആളുകളില്ല. അതൊരു ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മാത്രം കാണുകയും ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റി മാത്രം പഠിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് സാമൂഹിക വിഷയങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്നൊരു കാലത്ത് സിനിമ ആ തരത്തിൽ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിലാവാനുള്ള സാധ്യത തൽക്കാലം എനിക്കതിൽ വലിയ പ്രതീക്ഷയില്ല.